ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ വയനാട്. നമ്മളിന്നൊരു 5 സെന്റ് സ്ഥലവും അതിലൊരു 2 നില വീടും അതിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. മുമ്പിൽ വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ബസ് റൂട്ടാണ്. ഇപ്പോൾ ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വീട് സ്ഥലം. ഇത് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്താണ് കിടക്കുന്നത്. മുമ്പിൽ നല്ല ടാറിങ് റോഡാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്, വൈത്തിരി ഭാഗത്താണ്. വൈത്തിരി ടൗണിൻ്റെ അടുത്ത് കിടക്കുന്ന വീട് സ്ഥലമാണത്. അപ്പോൾ 5 സെന്റ് സ്ഥലമാണുള്ളത്. 4 ബെഡ്റൂം ഈ വീട്ടിലുണ്ട്, 3 ബാത്റൂം ഒക്കെ ഉണ്ട്. 2 ബെഡ്റൂം താഴ്ഭാഗത്താണ്, 2 ബെഡ്റൂം വീടിന്റെ മുകളിലായിട്ടാണുള്ളത്. ഫ്രണ്ടിലത് ഇതുപോലെ നല്ല വീതിയുള്ള ടാറിങ് റോഡാണ്. വൈത്തിരി ഭാഗമായതുകൊണ്ട് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല തണുപ്പും കോടയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഈ വീട് സ്വന്തമാക്കിയിട്ട് താമസിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇനി ഈ വീട് സ്വന്തമാക്കിയതിന് ശേഷം റെന്റിന് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകരിക്കുന്ന ഒരു വീടാണിത്. ഇതിന്റെ താഴെ മുകളിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റെന്റിന് കൊടുക്കാൻ പറ്റും. സ്റ്റെയർ ഒക്കെ ഇവർ പുറത്തൂടെയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല റെന്റിന് പോകുന്ന ഒരു ഏരിയ കൂടിയാണ്. നമ്മൾ ആ വീടിന്റെ മുറ്റത്തുള്ളൊരു കാഴ്ചയൊക്കെയാണ് കാണുന്നത്. ഇതുപോലെ സൈഡിലൂടെ ഒക്കെ ഇതുപോലെ നല്ല ചെടികളും അതുപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതിന്റെ 2 ഭാഗത്തും അതുപോലെ ബാക്ക് സൈഡിലൊക്കെ മതിലുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു മതിലോ കൊടുത്ത് നല്ലൊരു ഗേറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സെറ്റ് വീടാക്കി മാറ്റാം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലത്താണ് നമ്മുടെ വീടുള്ളത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് വൈത്തിരി ടൗണിലേക്ക്. വൈത്തിരി ടൗൺ അത്യാവശ്യം വലിയ ടൗണാണ്. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ ആ വീടിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന് ഇപ്പോൾ നിലവിൽ പൈപ്പ് കണക്ഷനാണുള്ളത്, കുടിക്കുന്ന വെള്ളമാണ്. നമുക്കിവിടെ കിണർ കുഴിക്കാം, അതുപോലെ ബോർവെല്ലൊക്കെ അടിക്കാനുള്ള സൗകര്യമുണ്ട്. കിണർ കുഴിച്ചാൽ പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടും. കുറഞ്ഞ താഴ്ചയിൽ തന്നെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ്. പരിസരത്തൊക്കെ കിണറുകളാണുള്ളത്, കുറഞ്ഞ താഴ്ചയാണുള്ളത്. നമ്മൾ ഏകദേശം ഈ ഭാഗം വരെ നമ്മൾ ആ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. അതിര് ഇവിടെയാണ് നമ്മളൊരു അതിര് വരുന്നത്. സൈഡിലൂടെ ഇങ്ങനെ മതിലുണ്ട്. വയനാടിൻ്റെതായ കാലാവസ്ഥയിൽ നല്ല ഈ തണുപ്പും കോടയ്ക്കുള്ള കാലാവസ്ഥയിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് താഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും. നല്ല റോഡ് ആക്സസ് ഉണ്ട്. നമുക്ക് വൈത്തിരി ലക്കിടി ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന വീടാണ്. നമ്മളങ്ങനെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. മുറ്റത്ത് നല്ലൊരു നാരങ്ങൻ്റെ മരമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ബാക്കിൽ ഇതൊരു ബട്ടർ ഫ്രൂട്ടിൻ്റെ മരമൊക്കെ ഉണ്ട്, ഔക്കാട എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മരമൊക്കെയാണ് ഇത് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നത്. ഇതൊക്കെ നമ്മൾ ആ മുറ്റത്തുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ തക്കാളി കാഴ്ച നിൽക്കുന്നു. ബാക്കിലൊരു മതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, അത് തന്നെയാണ് നമ്മളെ ബാക്കിൽ അതിര് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഇവർ ടോട്ടൽ ചോദിക്കുന്നത്, ഈ 5 സെന്റിനും ഈ 2 നില വീടിനും കൂടി ഇവർ ടോട്ടൽ ചോദിക്കുന്നത് 38 ലക്ഷം രൂപയാണ്. വിലക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് സ്വന്തമാക്കി കഴിഞ്ഞ് താമസിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇത് എടുത്തിട്ട് മാസത്തിലൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിന്റെ താഴെയും മുകളിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാടക കൊടുത്തു കഴിഞ്ഞാൽ മാസത്തിൽ നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ പറ്റും. നേരെ നമുക്ക് വീടിന്റെ ഉൾഭാഗത്തേക്ക് പോയിട്ട് ഉള്ളിലെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. സിറ്റ് ഔട്ടും ഒക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഡോറൊക്കെ ഉണ്ടല്ലേ, ഡോറ് ജനലൊക്കെ നല്ല മരത്തിലാണ് പണിതിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഇങ്ങനെ ലിവിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലത്ത് സൈഡിലേക്ക് 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഇടത്ത് സൈഡിൽ കിച്ചന്, വർക്ക് ഏരിയ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്ലോറിൽ ഇതുപോലെ റെഡ് ഓക്സൈഡ് ആണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ കിച്ചന്, വർക്ക് ഏരിയ ഒക്കെയാണ് വരുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ 1-മത്തെ ബെഡ്റൂം. ഉള്ളിൽ ബർത്തൊക്കെ ഉണ്ട്. ഇവിടെ ഡ്രസ്സ് വെക്കാനുള്ള അൽമറയൊക്കെ ഉണ്ട്. ഇത് 2-മത്തെ ബെഡ്റൂം.
ഇവിടെയൊക്കെ ഉള്ളിൽ ബർത്ത് ഉണ്ട്, അതുപോലെ ഡ്രസ്സ് വെക്കാനുള്ള അൽമറ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇത് ഹാളിൽ നിന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. സാധാ ക്ലോസറ്റാണ് വരുന്നത്. നേരെ നമ്മൾ കിച്ചൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. കിച്ചണിൽ ഇതാ നല്ല സൗകര്യമൊക്കെ ഉണ്ട്, സ്ലാബ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഈ കിച്ചൻ്റെ ഭാഗം അതുപോലെ പുറത്ത് വർക്ക് ഏരിയൻ്റെ ഭാഗത്തൊക്കെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. കിച്ചണിൽ ഇതുപോലെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഗ്രിപ്പുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. കിച്ചൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഇതാ ഒരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ സൈഡിൽ ഇതാ ഒരു അമ്മി തറയും അമ്മിക്കല്ലൊക്കെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തേക്കുള്ള ഡോറാണ്. നമ്മൾ ആ വീടിൻ്റെ പുറത്ത് സൈഡിലാണ്, ബാക്ക് സൈഡിലാണുള്ളത്. ബാക്കിൽ ഇതുപോലെ മതിലാണ് ഫുള്ളായിട്ട്. ഇവിടെ തലക്കാനുള്ളൊരു സൗകര്യമൊക്കെയാണ് നമ്മൾ കാണുന്നത്. മുകളിലൊക്കെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടേ. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് പുറത്ത് സൈഡിൽ. ഇതൊരു ബാത്റൂമാണ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് ഇത് നമ്മൾ പറഞ്ഞ പോലെ വീടിൻ്റെ പുറത്ത് സൈഡിൽ കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. താഴെ മേല് സെപ്പറേറ്റ് റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സ്റ്റെപ്പൊക്കെ പുറത്ത് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റെപ്പ് വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട്. ഇത് പുറത്തേക്ക് ഇതുപോലൊരു ചെറിയ ചാർത്തൊക്കെ വരെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇടനാഴി ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഒരു ബെഡ്റൂമാണ് മുകളിൽ. ഇതിൻ്റെ മുകൾ വശത്ത് വരെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഈ മുകളിൽ നമുക്ക് വേണമെങ്കിൽ വാർക്കാൻ പറ്റും. ഒരു കണ്ടീഷനിലാണ് വീട് പണിതിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ വെട്ടുകല്ലിലാണ് പണിതിട്ടുള്ളത്. മുകളിൽ ഇപ്പോൾ ഇവർ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. മുകളിലുള്ള ബാത്റൂമാണ് നമ്മൾ കാണുന്നത്. യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണുള്ളത്. വീട്ടിൽ പാൾത്താമസമില്ലാതെ കിടക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇത് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ. ടോട്ടൽ 4 ബെഡ്റൂം ഇതിലുണ്ട്, 3 ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിന് ടോട്ടൽ 38 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. വിലക്ക് നെഗോഷ്യബിളാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് തരിക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതുപോലെ വീടുകൾ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽക്കാനോ അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിൽക്കാനും വാങ്ങാനൊക്കെ സഹായിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.